ധന്യമുഹൂർത്തത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനനായ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, ബഹുമാനനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകൾ, MP ET മുഹമ്മദ് ബഷീർ സാഹിബ്, കുർക്കോളി മൊയ്തീൻ MLA, മലപ്പുറം ജില്ലാ കലക്ടർ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, ഏറ്റവും അധികം സന്തോഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലേക്ക് കടന്നു വന്ന സമയത്ത് AP അസ്ലം എന്ന വ്യക്തിയുടെ തിരോധാനത്തെക്കുറിച്ച് ഞാൻ കേട്ട ഒരു നിമിഷമുണ്ടായിരുന്നു. അന്ന് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചോ അറിയില്ലായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം തീർച്ചയായിട്ടും ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്തിൻ്റെ അധ്യക്ഷയാവാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങളുമായിട്ട് ഒത്തിരി പേർ മുന്നിൽ വരാറുണ്ട്. അതിൻ്റെ പരിധികളും പരിമിതികളും ധാരാളമാണ്. നമുക്കവിടെ പലതും നമുക്ക് നിർവഹിച്ചു കൊടുക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ട്രസ്റ്റിനെ സമീപിക്കാൻ വേണ്ടി പലരുടെ കൂടെ ഞാനും പോയിട്ടുണ്ട്. അങ്ങനെയാണ് എന്താണ് ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ധാരാളം പേർക്ക് എപ്പോഴും ഒരു തുണയായി, ഇറ്റ്സ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ, എല്ലാ മേഖലയിലും എങ്ങനെയാണോ ഓരോ ജന്മങ്ങളെയും സഹായിക്കേണ്ടത്, നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മളോടൊപ്പം നടക്കുന്ന ഒത്തിരി പേർ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞു പോയ പ്രിയപ്പെട്ട AP അസ്ലമിൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ആ കുടുംബം ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ വളരെ ആശ്ചര്യം തോന്നാറുണ്ട്. അവരുടെ ആ യൂണിറ്റി എപ്പോഴും നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണാൻ നമുക്ക് കഴിയാത്ത ഒരു പ്രത്യേകതയാണ് ആ യൂണിറ്റി എന്നുള്ളത്. പക്ഷേ ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദിസ് ആനപ്പടിക്കൽ ഫാമിലി എന്നെനിക്കിവിടെ പറയാൻ കഴിയും. ദേ ആർ ഹംബിൾ ആൻഡ് സിമ്പിൾ, ഈച്ച് ഓഫ് ദം. അവരുടെ ആ സിംപ്ലിസിറ്റി, നമ്മളൊരു കാര്യം ഒരു മനുഷ്യന് വേണ്ടി പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ അത് കേൾക്കാനുള്ള അവരുടെ മനസ്സ്, അതിനുള്ള പ്രത്യുപകാരം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൗ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം, അതെങ്ങനെ സോൾവ് ചെയ്യണം എന്ന് അവർക്ക് ഓരോരുത്തർക്കും ആരും പറഞ്ഞു കൊടുക്കാതെ അറിയാൻ കഴിയും. അസ്ലമിൻ്റെ നാമം ഇന്നും നമ്മളുടെയൊക്കെ മനസ്സിൽ നിലനിർത്താൻ അവർക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട റാഷിദ് ഇവിടെ തുടക്കത്തിൽ സംസാരിച്ചു. 11 വയസ്സായപ്പോൾ പിതാവിനെ നഷ്ടപ്പെട്ട ആ മകനെ ചേർത്ത് നിർത്തിയത് ഇവർ ഓരോരുത്തരുമാണ്. ആ കുടുംബത്തിൻ്റെ ഈ ജൈത്രയാത്ര എന്നും തുടരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള സെൻസറി റൂം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് എല്ലാവിധ സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.